ഹലോ. എമ്പുരാൻ്റെ വിശേഷങ്ങളാണ്. 3-4 ദിവസമായിട്ട് എമ്പുരാൻ്റെ വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എമ്പുരാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ആ പടം ഞാൻ കണ്ടു, എനിക്ക് ഓക്കെ വെർത്താണ്. കാരണം 149 രൂപ ടിക്കറ്റ് എടുത്ത് കണ്ടെങ്കിൽ എനിക്ക് വെർത്തായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും ഫ്രെയിമിൽ ഇത്രയും നല്ലൊരു പടം മലയാളത്തിൽ ചെയ്തല്ലോ എന്നൊരു സമാധാനം. നമ്മുടെ ഒരു ഭാഷയിൽ അത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ക്ലാസ് തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നം, ആ പടത്തിന് തന്നെ ഹൈപ്പ് കൊടുത്തു, അതിനിടയ്ക്ക് തന്നെ പ്രൊഡക്ഷൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന പടമാണത്. അതിൻ്റെ കൂടെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിവാദത്തോട് വിവാദമാണ്. അതിനകത്ത് കഴിഞ്ഞ ദിവസം മറ്റേ മേജർ ദേവ് പറയുന്നത് കേട്ടു, മോഹൻലാൽ സാർ പടം ഡബ്ബിങ്ങിന് പോലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പുള്ളി അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ പുള്ളി അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം വെച്ചാൽ ഒരു പ്രത്യേക പർട്ടിക്കുലർ ഒരു പാർട്ടിയോ പറഞ്ഞെന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സാധനം ഉണ്ടല്ലോ. നമുക്കൊരു സാധനം ആവിഷ്കരിച്ച് അല്ലെങ്കിൽ ഒരു കഥ എഴുതാൻ പറ്റില്ലേ എന്നാണ് നിങ്ങളെല്ലാം പേടിച്ചുകൊണ്ടൊരു കഥ നമുക്കൊരു തോട്ട് വന്നൊന്നും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലേ. ചുമ്മാ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എമ്പുരാൻ. ആ പടം കഴിഞ്ഞ് ഫസ്റ്റ് ഓഫ് കണ്ട് പടം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞാൽ ആ പടം തീർന്നു. ഈ പറയുന്നവരല്ല, ഒരു വട്ടം പടം കണ്ടവർ ആണോ ഒരു പടം കണ്ട് തീർന്നു പോയി. അല്ലാതെ ഇനി ആ പടത്തിന് വേണ്ടി അല്ലെങ്കിൽ പടത്തിന് കടിമുടി കൂടുക, സീൻ വെട്ടിക്കുറയ്ക്കണം, അങ്ങനെ ചെയ്ത് തെറ്റായി പടം കണ്ടു ഇറങ്ങി പോവുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞിറങ്ങി പോയി. പിന്നെ അതിനെപ്പറ്റി പട്ടി എല്ലും കഷ്ണം കണ്ട പോലെ എമ്പുരാൻ കേന്ദ്രം വച്ചെന്നൊക്കെയാണ് ചിലർ തള്ളി മറിക്കുന്നത്. ഒരു നാണം മാനം ഇല്ലാത്തവരാണ് ഇത് പറഞ്ഞുണ്ടാക്കുന്നത്. ആ പടം കണ്ട് കഴിഞ്ഞു പോയി. ഇല്ലാത്ത ഹൈപ്പ് ആ പടത്തിന് അതിന് മുമ്പും കൊടുത്തു. ഇപ്പം പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കൊണ്ട് അവർക്ക് കളക്റ്റിനുള്ള പൈസയിൽ അവർ കളക്ട് ചെയ്തു. ഈ ചുമ്മാ പട്ടി ഷോ കാണിച്ചിട്ട് പട്ടിക്ക് പറയുന്നവരൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് ആ പടത്തിൻ്റെ സീൻ ഇനി കട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പം ഫസ്റ്റ് കണ്ടവരൊക്കെ അല്ലേ ഇനി ആ പടം കണ്ട നിങ്ങളുടെ ഭാഗം ജയിച്ചു എന്ന് പറഞ്ഞ് സമ്മതിക്കാൻ വേണ്ടിയാണോ കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു ശരിയായ നടപടിയാണെന്നുള്ള കാര്യം. പടം കണ്ട് പടമായിട്ട് വിട്ടു കഴിഞ്ഞാൽ അവിടെ തീർന്ന ആ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് പൃഥ്വിരാജിൻ്റെ ISI ബന്ധം കണ്ടുപിടിക്കുക, റിവ്യൂ ആയിട്ടൊന്നും പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ പടത്തിൻ്റെ റിവ്യൂ പറയാൻ എനിക്ക് പടത്തിനെ പറ്റി ഒന്നും അറിയില്ല. കണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഏത് സാധനത്താണ് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഒരു കാര്യം പോലും പറയാനോ അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് പോലും ഇറക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് തന്നെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ പടം പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഒരു മലയാളത്തിൽ അങ്ങനെ ഇത്രയും കാശ് മുടക്കി ഒരു പടം ഇറങ്ങി ആ പടത്തിന് എങ്ങനെയൊക്കെ താറടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് വിരുദ്ധത. എന്ത് വിരുദ്ധതയാണ്? എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടു, എൻ്റർടൈൻമെൻ്റായി. ചില ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അതോടെ തീർന്നു. അതിൻ്റെ പിന്നെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും വേറൊന്നും പറയാനില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഒരു പടം നശിപ്പിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുക. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ എമ്പുരാനെ പറ്റി. വേറെ കൂടുതലായിട്ട് ഒരു വിശേഷം പറയാനില്ല. പടം കഴിഞ്ഞ് ഞാൻ 2 വട്ടം പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആവറേജ് പടം പോലെ തോന്നി. ഓക്കെ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആവറേജ് ആയിട്ടാണ് പടം തോന്നുന്നത്. അത്രേ ഉള്ളൂ.